ഇപ്പോൾ സർവകലാശാലയിൽ AISF പ്രതിഷേധം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാകുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഭൂമിയായിട്ട് ഇപ്പോഴും തുടരുകയാണ്. ഇന്നിപ്പോൾ ASFന്റെയും DYFIയുടെയും പ്രതിഷേധമാണ് കേരള സർവകലാശാലയിൽ തന്നെ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതുപ്രകാരം ASFന്റെ പ്രതിഷേധം അത് കേരള സർവകലാശാലയ്ക്ക് അകത്ത് വെച്ച് നടക്കുകയായിരുന്നു. പ്രവർത്തകരൊക്കെ തന്നെ അകത്താണ് ഉണ്ടായിരുന്നത്. പെട്ടെന്നായിരുന്നു പ്രവർത്തകർ എല്ലാവരും തന്നെ സർവകലാശാലയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. അവരെ പ്രവർത്തകരെ മുഴുവനായിട്ടും പോലീസ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ പുറത്ത് DYFIയുടെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുന്നു എന്നുള്ളതാണ്. ബാരിക്കേഡ് ഉൾപ്പെടെ മറികടക്കാൻ DYFI പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് പ്രവർത്തകർ നടത്തുന്നത്. ഇതിനിടയിൽ SFI പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വൈസ് ചാൻസലർ മോഹൻ കുന്നുമൽ ഇന്ന് സർവകലാശാലയിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പരിപാടി പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു. ആ പരിപാടിക്ക് ശേഷം കുന്നുമൽ സർവകലാശാലയിലേക്ക് എത്തുന്ന സമയത്ത് VCയെ തടയാനുള്ള ഒരുക്കങ്ങൾ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിലും കേരള സർവകലാശാലയ്ക്ക് അകത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ASFന്റെ നേതൃത്വത്തിൽ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം ഉണ്ടായത്. ASFന്റെ ഭൂരിഭാഗം പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. കുറച്ചുപേർ സർവകലാശാലയ്ക്ക് അകത്ത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതേ സമയത്താണ് പുറത്ത് DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് DYFI പ്രവർത്തകർ. അവർക്ക് നേരെ നിരവധി തവണ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം DYFIയുടെ നേതൃത്വത്തിലും ASFന്റെ നേതൃത്വത്തിലും ഒക്കെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈസ് ചാൻസലർ ഇന്നിപ്പോൾ മോഹൻ കുന്നുമൽ അവധിക്ക് ശേഷം ഇന്ന് സർവകലാശാലയിലേക്ക് പ്രവേശിക്കുമെന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധം ശക്തമാക്കാൻ വീണ്ടും ഇടതു യുവജന സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ SFIയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടക്കുമെന്നുള്ള ഒരു കാര്യവും അറിയിച്ചിട്ടുണ്ടായിരുന്നു. DYFI പ്രവർത്തകർ വലിയ ഒരു പങ്കാളിത്തം ഈ സർവകലാശാലയ്ക്ക് പുറത്ത് പ്രതിഷേധത്തിൽ കാണാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. മോഹൻ കുന്നുമലിനെ ഒരു തരത്തിലും സർവകലാശാലയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സർവകലാശാലയ്ക്ക് പുറത്ത് DYFI പ്രവർത്തകരും അതുപോലെ തന്നെ അകത്ത് ASF SFI പ്രവർത്തകരും നിലകൊള്ളുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം KS അനിൽകുമാർ ഇന്നും സർവകലാശാലയിൽ
വന്നിരുന്നു. കുറച്ചു മുമ്പാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് താൽക്കാലിക VC ആയിട്ടുള്ള സിസാർ തോമസിന്റെ ഓഫീസ് ഒഴിഞ്ഞു പോകണം, രജിസ്ട്രാർ എന്ന സ്ഥാനം ഒഴിഞ്ഞു പോകണം എന്നുള്ളൊരു ആവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നു. അത് ലംഘിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ KS അനിൽകുമാർ ഇന്ന് സർവകലാശാലയിൽ എത്തിയിട്ട് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ നിലവിൽ ഇപ്പോഴും കേരള സർവകലാശാലയിൽ 2 രജിസ്ട്രാർ ഉള്ള സാഹചര്യമാണ് ഉള്ളത്. സിസാർ തോമസ് മടങ്ങിപ്പോവുകയും മോഹൻ കുന്നുമ്മൽ തിരികെ വരികയും ചെയ്ത സാഹചര്യത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ നേരത്തെ ഇടത് യുവജന സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഭാരതാംബ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്ത് അടക്കമുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത് അത് VC മോഹൻ കുന്നുമ്മൽ തന്നെയായിരുന്നു. അതിനുശേഷം ആ നടപടിക്ക് ശേഷമാണ് മോഹനൻ കുന്നുമ്മൽ മടങ്ങി അവധിയിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത്. തിരികെ ഇന്നിപ്പോൾ മോഹനൻ കുന്നുമ്മൽ എത്തുമ്പോൾ ആ പ്രതിഷേധത്തിന്റെ ബാക്കി തുടർച്ച അത് ശക്തമാക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് പുറത്ത് DYFIയുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. അകത്ത് ASFന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം നടന്നു കഴിഞ്ഞത്. ASFന്റെ പ്രവർത്തകർ ഇപ്പോഴും സർവകലാശാല ആസ്ഥാനത്തിന് അകത്ത് തന്നെയുണ്ട്. ബാക്കി പ്രതിഷേധിച്ച് സർവകലാശാലയ്ക്ക് അകത്ത് കയറാൻ ശ്രമിച്ച ഭൂരിഭാഗം പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും DYFI പ്രവർത്തകർ നിലവിൽ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ്. സർവകലാശാലയ്ക്ക് അകത്ത് കയറാനുള്ള ശ്രമം DYFI പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. നിരവധി തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് DYFI പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. എന്തായാലും വൈസ് ചാൻസലർ മോഹൻ കുന്നുമ്മലിനെതിരെയുള്ള പ്രതിഷേധം ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ കൂടുതൽ കടുപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് സംഘർഷ ഭൂമിയായിരുന്നു കേരള സർവകലാശാല. അത് VC വീണ്ടും തിരികെ അവധിയിൽ നിന്ന് പ്രവേശിക്കുന്ന സമയത്ത് സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാകുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സർവകലാശാലയ്ക്ക് മുന്നിൽ വൻ പ്രതിഷേധമാണ് നടക്കുന്നത്. DYFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം നടത്തുന്നു. ഒപ്പം തന്നെ പോലീസ് വാഹനത്തിന് നേരെയും ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളടക്കമാണ് പ്രേക്ഷകർ കാണുന്നത്. അകത്ത് AISF പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുമ്പോൾ പുറത്ത് DYFIയുടെ പ്രവർത്തകരും വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടാകുന്നത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമാണുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. സർവകലാശാലയ്ക്ക് മുന്നിൽ വൻ പ്രതിഷേധം. DYFI പ്രവർത്തകർ വലിയ രീതിയിൽ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നു. കുത്തിയിരുന്നുള്ള പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. വലിയ രീതിയിൽ പോലീസ് സന്നാഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അകത്ത് AISF വലിയ രീതിയിൽ പ്രതിഷേധിക്കുമ്പോൾ പുറത്ത് DYFIയുടെ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. സൂര്യ, വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹത്തെ, ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പോലീസ് സന്നാഹം തന്നെയാണ് ഇന്ന് വിന്യസിച്ചിരിക്കുന്നത്. നിലവിൽ വലിയ രീതിയിലുള്ള സംഘർഷ സമാനമായ അവസ്ഥയാണ് നിലവിലുള്ളത്, അല്ലേ? നിലവിൽ സർവകലാശാലയ്ക്ക് പുറത്ത് DYFI പ്രവർത്തകരും അകത്ത് AISF പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ വലിയ സംഘർഷാവസ്ഥയ്ക്കൊരു അയവ് വന്നിട്ടുണ്ട്. DYFI പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് വലിയ തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ VCക്കെതിരെയും ചാൻസലറിനെതിരെയും ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ
ഡിവൈഎഫ്ഐ പ്രവർത്തകർ ആരും തന്നെ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർത്തിയത് മാത്രമാണുള്ളത്. ASF പ്രവർത്തകരാണ് സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ASF പ്രവർത്തകർ സർവകലാശാലയ്ക്ക് അകത്ത് തന്നെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ശ്രമം ASFന്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതേ തുടർന്നാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടതായിട്ട് പോലീസിന് വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ സർവകലാശാലയ്ക്ക് പുറത്തു നിന്ന് തന്നെ തങ്ങളുടെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയാണ്. VC-ക്കെതിരെയും ചാൻസലറിനെതിരെയും ഒക്കെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉയർത്തുകയാണ്. ഇപ്പോൾ VC ആയിട്ട് മോഹനൻ കുന്നുമ്മൽ അവധിയിൽ നിന്ന് തിരിച്ചു പ്രവേശിക്കുന്ന സമയത്ത് ശക്തമായിട്ടുള്ള പ്രതിഷേധം VC-ക്കെതിരെ അടക്കം നടത്താനുള്ള തീരുമാനം നേരത്തെ ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ASFന്റെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ പ്രതിഷേധം ഒരേ സമയത്ത് കേരള സർവകലാശാലയിലേക്ക് ഉണ്ടായിരുന്നത്. SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും രാജ്ഭവനിലേക്ക് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്കെതിരെ ഇന്ന് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. VC മോഹനൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാലയിലേക്ക് എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ പ്രവേശിക്കാൻ അനുവദിക്കില്ല, തടയുമെന്നുള്ള കാര്യവും നേരത്തെ തന്നെ ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതുവരെയും VC കേരള സർവകലാശാലയിൽ പ്രവേശിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ VC-യുടെ ഉത്തരവ് ലംഘിച്ച് KS അനിൽകുമാർ സർവകലാശാലയിൽ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഓഫീസിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഓഫീസ് ഒഴിഞ്ഞു പോകണം, രജിസ്ട്രാർ എന്ന സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശം VC നൽകിയിട്ടുണ്ടായിരുന്നു. ആ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട്, ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് രജിസ്ട്രാർ KS അനിൽകുമാർ സർവകലാശാലയ്ക്ക് അകത്ത് കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മോഹനൻ കുന്നുമ്മൽ ഇതുവരെയും കേരള സർവകലാശാലയ്ക്ക് അകത്തേക്ക് വന്നിട്ടില്ല. VC വരുവാണെങ്കിൽ തടയാൻ വേണ്ടി പൂർണ്ണ സജ്ജമായിരുന്നു ASF പ്രവർത്തകരും SFI പ്രവർത്തകരും ഒക്കെ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയ പോലീസ് സന്നാഹത്തെ തന്നെ കേരള സർവകലാശാലയ്ക്ക് അകത്തും പുറത്തും ഒക്കെ വിന്യസിച്ചിട്ടുണ്ട്. സംഘർഷാവസ്ഥയ്ക്ക് ഈ ദിവസവും ഒരയവും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് വലിയ സംഘർഷ ഭൂമിയായിട്ട് മാറിയിരിക്കുകയാണ് കേരള സർവകലാശാല. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ SFI പ്രവർത്തകർ ഒന്നടങ്കം കേരള സർവകലാശാലയെ കയ്യടക്കി വെക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. SFI പ്രവർത്തകർ ബാരിക്കേഡ് ഉൾപ്പെടെ മറികടന്ന് കേരള സർവകലാശാലയിലെ ചേംബർ വരെ എത്തിയ സാഹചര്യത്തിൽ വലിയ വിമർശനം പോലീസിനടക്കം നേരിടേണ്ടതായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് തടയാൻ ശ്രമിക്കാത്തതിനാലാണ് SFI പ്രവർത്തകർക്ക് മുഴുവനായിട്ടും ചേംബറിന്റെ സമീപം വരെ എത്താൻ കഴിഞ്ഞതെന്നുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനമൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് വലിയ പോലീസ് സന്നാഹത്തെ സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമൊക്കെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇപ്പോഴും പുറത്തുനിന്ന് തന്നെ പ്രതിഷേധിക്കുകയാണ്. അകത്തേക്ക് കയറാനുള്ള ശ്രമം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ വലിയ സംഘർഷാവസ്ഥയിലേക്ക് സമരം എത്തിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. അഥവാ പ്രവർത്തകർ ഒരുപക്ഷെ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള വലിയ സംഘർഷം ഉണ്ടായേനെ. SFI പ്രതിഷേധം എങ്ങനെയാണോ നമ്മൾ കണ്ടത്, അത്തരത്തിൽ അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധത്തിനും സംഘർഷത്തിനും കയ്യാങ്കളിക്കും ഒക്കെ തന്നെ ഇന്നും കേരള സർവകലാശാല വേദിയാകുമായിരുന്നു. പ്രത്യേകിച്ച് VC തിരികെ അവധിയിൽ നിന്ന് സർവകലാശാലയിലേക്ക് എത്തുന്ന സമയത്ത് എന്തായാലും അത്തരത്തിലുള്ള വലിയ രൂക്ഷമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ASF പ്രവർത്തകരെ ഭൂരിഭാഗവും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞു. ഇപ്പോൾ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സർവകലാശാലയ്ക്ക് പുറത്തു തന്നെയാണ് നിൽക്കുന്നത്. അകത്തേക്ക് ഇതുവരെയും പ്രവർത്തകർ കയറിയിട്ടില്ല. അതേസമയം തന്നെ രാജ്ഭവനിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമെന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ മോഹൻ കുന്നുമ്മൽ ഇതുവരെയും കേരള സർവകലാശാലയിലേക്ക് എത്തിയിട്ടുമില്ല. VC എത്തുന്ന സമയത്ത് തടയുമെന്നുള്ള കാര്യം വിദ്യാർത്ഥി യുവജന സംഘടനകൾ, ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകൾ അറിയിച്ചിട്ടുണ്ട്. VC എത്താത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. VC എപ്പോഴാണ് എത്തുക എന്നുള്ളതിൽ ഒരു വ്യക്തതയുണ്ടോ സൂര്യ? വൃന്ദ, മറ്റൊരു പരിപാടി പുറത്ത് നടക്കുന്നുണ്ട്. അതിൽ VC-യും ചാൻസലറും അടക്കം പങ്കെടുക്കുന്ന പരിപാടിയാണ്. ആ പരിപാടിക്ക് ശേഷം മോഹനൻ കുന്നുമ്മൽ സർവകലാശാലയിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ പരിപാടി കഴിഞ്ഞ് സർവകലാശാലയിലേക്ക് മോഹനൻ കുന്നുമ്മൽ എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ തടയുകയും വലിയ പ്രതിഷേധം ഈ വിദ്യാർത്ഥികളുടെ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നത് കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് സന്നാഹത്തെ സർവകലാശാലയ്ക്ക് അകത്തും പുറത്തുമൊക്കെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സംരക്ഷണതയിൽ VC-ക്ക് കയറാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ VC-യെ തടയും എന്നുള്ള